ഹലോ ഗൈസ്, എല്ലാവർക്കും തമ്പായിസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് വീഡിയോയിൽ ഒരു വോയിസിൻ്റെ ഒരു പ്രശ്നം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കണ്ടത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ദയവായി ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് മുളകിട്ട മീൻകറിയാണ്. അതായത് കുടംപുളിയിട്ട ആലപ്പുഴ സ്റ്റൈൽ മീൻകറി. അതിനായിട്ട് ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കണം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴാണ് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടേണ്ടത്. ഇപ്പം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഉലുവയിട്ടു. ഉലുവയും കൂടെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഇതിന് നന്നായിട്ട് വഴന്ന് വരണം. ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ഒന്നും ഇടുന്നില്ല. ചെറിയുള്ളിയൊക്കെ ഇട്ടാൽ മീൻകറി പെട്ടെന്ന് ചീത്തയായിപ്പോവും. കുറച്ച് ദിവസം ഇരിക്കേണ്ട മീൻകറി ആണെങ്കിലേ ഉള്ളൂ, അല്ലാതുള്ളവർക്ക് ഇടാം. ഇതിനി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ വേണം ഇതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നുമില്ല, ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇടുക. പ്രത്യേകിച്ച് അളവ് പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട, അപ്പം ഞാൻ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഇനി മുളകിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്ന ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും മീൻകറിയിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ മീൻകറിയുടെ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിനി നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനായിട്ട് പാത്രം നന്നായിട്ട് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം കുറച്ച് സമയത്തേക്ക്. മീൻ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 3 മിനിറ്റോളം ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്ന ഫുൾ ഫ്ലെയിമിലിട്ട് വെച്ചേക്കണം. ഇപ്പം നമ്മുടെ മീൻ കറി ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് തുറന്ന് ചാറൊക്കെ നല്ലോണം പറ്റി എണ്ണയൊക്കെ മുകളിൽ നല്ലോണം തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. എൻ്റെ ഇപ്പോൾ കറിവേപ്പിലയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി കുറച്ച് സമയം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. തുറക്കുമ്പോഴത്തേക്ക് നല്ല വെളിച്ചെണ്ണയുടെ നല്ല മണം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.